ഒരു കൂട്ടം RSS പ്രവർത്തകർ ഒരു വീട് കയറി ആക്രമിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടതിനെ തുടർന്നാണ് ഞങ്ങൾ എത്തിയത്. പിന്നെ ഇവിടെ വലിച്ചഴിച്ചുകൊണ്ട് പോയി അടിച്ച് അവിടെ കൊണ്ടിട്ട് തന്നെ അടിച്ചത് അവര്. പൈപ്പിൽ നിന്ന് പോലും നമ്മൾ വെള്ളം എടുക്കാൻ താമസിച്ചു. നമ്മൾ വെള്ളം എടുക്കണമെങ്കിൽ അവരെല്ലാവരും എടുത്ത ശേഷം നമ്മൾ വെള്ളം എടുക്കാൻ താമസിച്ചു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഇളയ മോൻ്റെ ചോര നാക്കിനെ അവർ അറുത്ത് മുറിക്കും പോലെയാണ് മുറിച്ച്. സ്ത്രീകളെ അപമര്യാദയായിട്ട് പെരുമാറണം. ഇതുവരെ ഈ വട്ടിയൂർക്കാവിന് ഒരു നടപടി എടുത്തിട്ടില്ല. പട്ടി വലിച്ചഴിക്കും പോലെയാണ് ഈ ഇളയ മോനെ വലിച്ചഴിക്കുന്നത്. അവരുടെ ദേഹത്ത് പാടൊക്കെ അന്ന് കാണണം വേണം. തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു കൂട്ടം RSS പ്രവർത്തകർ ഒരു വീട് കയറി ആക്രമിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടതിനെ തുടർന്നാണ് ഞങ്ങൾ എത്തിയത്. എന്നാൽ ഇതുവരെയായിട്ടും വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ നടന്ന ഈ സംഭവത്തിൽ പോലീസ് നടപടിയെടുത്തില്ലെന്നും പ്രതികളെ കണ്ടെത്താനായിട്ടില്ല എന്നുമാണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത്. എന്തുകൊണ്ടാണ് പ്രതികളെ കണ്ടെത്താൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്താണ് ഈ സാഹചര്യം എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് അഭിജിത്തിൻ്റെ സഹോദരിയാണ്. നിങ്ങൾക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായിരുന്നു. അവനെ അടിക്കരുതെന്ന് പറഞ്ഞ് പിടിച്ച് മാറ്റിയപ്പോഴത്തേക്കാണ് അവർ എന്നെ ഇങ്ങനെ വലിച്ച് പിടിച്ച് മാറ്റി. അപ്പോൾ ഈ അനിൽകുമാർ എന്ന് പറയുന്ന അയാളുടെ വീട്ടിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് എൻ്റെ ചേച്ചിയുടെ വീട്. അവരിവിടെ താമസമില്ല, അവർ വെങ്ങാനൊരു വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ തൂത്തുവാരി ഇടാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇതുവരെ പോയില്ലായിരുന്നു. അപ്പോൾ മൂത്ത കുഞ്ഞിനെയും കൊണ്ട് ഞാൻ തൂത്തുവരാൻ വേണ്ടി പോയപ്പോഴത്തേക്കാണ് അയാളുടെ അനിൽകുമാർ എന്ന് പറയുന്ന അയാളുടെ മോൻ ഗോകുലാണ് അവൻ്റെ പേര്. അവനാണ് പറഞ്ഞത് ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ എന്താണ് സംസാരിച്ചത്, എന്താണ് അവർ നമ്മൾ താഴ്ന്ന ജാതിപ്പെട്ടതായതുകൊണ്ട് അതിൻ്റെതായ ഒരു മോശമായ സംസാരിച്ച്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നിനക്ക് സഹോദരിയുള്ളയില്ല, ആ ചേച്ചിയുടെ പ്രായം പോലും ഇല്ല, എനിക്ക് താഴ്ന്ന ജാതിപ്പെട്ട അവർ മോശമായിട്ട് സംസാരിച്ചിട്ട് തന്നെ പറഞ്ഞാൽ ഇങ്ങനെ ഒരുത്തി എൻ്റെ അടുത്ത് എതിർത്ത് സംസാരിക്കണം. അപ്പോഴും ഇളയ മൂത്തവള് അവിടെ മുറ്റത്തേക്കായിരുന്നു. അമ്മ എന്തിനും ചോദിച്ചുകൊണ്ട് അവൾ ഓടി ഇങ്ങ് വന്നപ്പോഴത്തേക്കും അവളെയും പിടിച്ച് മാറ്റി. മുറ്റത്ത് അവൾ വീണ് മുട്ടൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ. അപ്പോഴത്തേക്കും ഞാനും മോളും ഇങ്ങ് പെട്ടെന്ന് തന്നെ വന്നു. വീട് പൂട്ടാനോ ഒന്നിനും നിന്നില്ല, ഞാനും മോളും ഇങ്ങ് വന്നു. അപ്പോൾ വന്ന് അമ്മയടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സഹോദരൻ ഇത് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോഴവൻ പറഞ്ഞു, ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ, നമുക്കിനി ചോദിച്ചിട്ട് തന്നെ കാര്യം. അവൻ പോയി ചോദിച്ച സമയത്ത് അച്ഛനും അനിൽകുമാറും അയാളുടെ മോനും മാത്രമേ ഉള്ളൂ. അപ്പോഴവർ കയറി കഥ അടച്ച്. അപ്പോഴത്തേക്ക് ഇവൻ നമ്മളെ വീടിൻ്റെ താഴത്തെ ഈ വഴിയിൽ അവിടെ ഇരിക്കുന്ന പുള്ളിയുടെ അവിടെ വന്ന് ഇവനെ വലിച്ചഴിച്ചുകൊണ്ട് പോയി അടിച്ച് അവിടെ കൊണ്ടിട്ട് തന്നെ അടിച്ചത് അവർ. കഴിഞ്ഞ ആ തലയിലൊക്കെയാണ് അവരടിച്ചത്. സ്റ്റിച്ച് ഉണ്ട് അവൻ്റെ നെറ്റിയിൽ, ഇപ്പോഴും സ്റ്റിച്ച് കിടക്കണേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അപ്പോഴും ഞാനും അനിയനും കൂടി അഭിജിത്തും കൂടി ഇവിടെ നമ്മൾ ചായ കുടിച്ചോണ്ട് ഈ കാര്യങ്ങൾ റോട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയില്ലായിരുന്നു. അപ്പോഴത്തേക്കാണ് ഇവൻ്റെ വലിയ വായിൽ നിലവിളി കേട്ടാണ് നമ്മൾ പോയപ്പോഴത്തേക്കും അവനെ അടിച്ച ചെളിയിലെ പൈപ്പിൻ്റെ കൂട്ടി ഇട്ടിരിക്കുകയായിരുന്നു. ഏതവസ്ഥയിലായിരുന്നു കാണുമ്പോൾ? അവന് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മേഡം. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ AC വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇവിടെ എല്ലാവരും ഉയർന്ന ജാതിക്കാരാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഒരു പൈപ്പിൽ നിന്ന് പോലും നമ്മൾ വെള്ളം എടുക്കാൻ താമസിക്കും. നമ്മൾ വെള്ളം എടുക്കണമെങ്കിൽ അവരെല്ലാവരും എടുത്ത ശേഷം നമ്മൾ വെള്ളം എടുക്കാൻ താമസിക്കും. അവർ വരുമെങ്കിൽ നമ്മൾ മാറി നിന്ന് കൊടുക്കണം. ഈ 2 ആൺമക്കളും അവരെ കാണുമ്പോൾ മുണ്ടകത്തിടണം. അതൊക്കെയാണ് അവർ അല്ലെങ്കിൽ പറയാം അഹങ്കാരികളെന്ന് പറയും. അങ്ങനെ ഈ AC വിഭാഗത്തിലുള്ള എല്ലാ ജാതിക്കാരെയും എല്ലാ ആൺകുട്ടികളെയും ഇവർ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ രാവിലെ ഒരു 7 മണിക്കൊക്കെ വീട്ടു ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. രാത്രി വരുമ്പം ഓരോ വാക്കുകളാണ് പറയുന്നത്. വെളിയിൽ പോകുന്നേക്കാളും അതിനേക്കാളും കാശ് തരാം, മോശമായിട്ടുള്ള രീതിയിൽ നമുക്കൊന്നും എതിർത്ത് സംസാരിച്ചുകൂടാ. അന്ന് നീചമായിട്ടാണ് എൻ്റെ മക്കളെ 2 പേരെയും വലിച്ചഴിച്ചുകൊണ്ട് പോയത്. നീചമായിട്ട് ഒരു മനുഷ്യരും ചെയ്യാത്ത പാടാണ് ചെയ്തത്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഇളയ മോൻ്റെ ചോര നാക്കിനെ അവർ അറുത്ത് മുറിക്കും പോലെയാണ് മുറിച്ച്. രക്തത്തോടാണ് അവർ 2 ഉപയോഗിച്ച് കുത്തിയതാണ്. അടിച്ച് വലിച്ചഴിച്ച് ഇരിക്കുന്നു. ഞാൻ ചെന്ന് അപ്പോഴും അതിലൊരു പയ്യനെ എനിക്കറിയാം. മക്കളെ നിങ്ങൾക്ക് എന്നെ അറിയാലോ. ഇവരെല്ലാവരും ഈ RSS പ്രവർത്തകരാണെന്ന് ഉറപ്പാണോ? ഉറപ്പാണ്. എന്ന് വെച്ചാൽ അച്ഛൻ BJPയിലുണ്ട്, RSSലുണ്ടായിരുന്നു. ഇത് അങ്ങനെ ഞാൻ അത് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, മക്കളെ നിനക്ക് എന്നെ അറിയാലോ, നീ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ചാരി നിന്ന് എൻ്റെ മോനെ ഇടിച്ചിട്ടിട്ട് അവർ പോയി. ക്രൂരമുണ്ട്. എന്നിട്ട് ഞാൻ ആ മോനെ ചെന്ന് ഞാൻ പിടിക്കണതും ആ ചെരുപ്പ് കൊണ്ട് അവർ ശരിക്കും എന്നെ ചവിട്ടി വിട്ട്. എന്നിട്ട് പോലും അവരെ ഇതുവരെ ഒരു നടപടി എടുക്കുകയോ ഈ സ്ത്രീകളെ അപമര്യാദയായിട്ട് പെരുമാറണം ഇതുവരെ ഈ വട്ടിയൂർക്കാവിന് ഒരു നടപടി എടുത്തിട്ടില്ല. നിങ്ങളിപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നല്ലേ? ഇളയവനെ അടിച്ച് ഇവനെ മൂത്തവനെ ശ്രദ്ധിച്ച സമയത്ത് ഞാനും അമ്മയും കൂടി കൊണ്ടുവന്ന സമയത്ത് ഇളയവനെ ശ്രദ്ധിച്ചില്ല. അപ്പോഴവൻ പോയി ചീത്ത വിളിച്ചു. അവൻ പോയി ആരാണ് നിങ്ങളെ സഹോദരനെ ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കില്ല, അതുപോലെയല്ലേ എൻ്റെ ചേട്ടൻ വന്ന് ചോദിച്ചോളൂ. ഞാനും അവനും കൂടിയാണ് വന്ന് ചോദിച്ചെങ്കിൽ നിങ്ങൾ അവനെ എങ്ങനെ അടിക്കുമായിരുന്ന? അവൻ ഒറ്റയ്ക്കായിട്ട് നിങ്ങൾ ഒരാളെ ഇങ്ങനെ അടിക്കേണ്ട കാര്യം. അങ്ങനെ അപ്പോഴത്തേക്ക് അവരുടെ വീട്ടിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മളിവനെ ശ്രദ്ധിച്ചില്ല. നമ്മളിവനെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് നമ്മളിവന് വെള്ളമൊക്കെ കൊടുത്തിട്ട് പോയപ്പോഴത്തേക്കാണ് അവനെ കാണാനില്ല. ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ട് അവൻ്റെ ശബ്ദമൊന്നും കേൾക്കാനില്ല.
അങ്ങനെയാണ് അവൻ അവിടെ നിന്ന് വലിച്ചഴിച്ചുകൊണ്ട് വന്ന രംഗോണ് കണ്ടത്. ഞാൻ നോക്കിയപ്പോൾ മേഡം ക്രൂരമായിട്ട് ഒരു പട്ടി വലിച്ചഴിക്കും പോലെയാണ് ഈ ഇളയ മോനെ വലിച്ചഴിച്ചിട്ടുണ്ട്. അവൻ്റെ ദേഹത്ത് പാടൊക്കെ അന്ന് കാണണം മേഡം. അത്രമേൽ അവസ്ഥയായിരുന്നു. അവന് ഒരാഴ്ചയോളം ആ പാലിൽ മുക്കിയാണ് ബ്രെഡും ദോശയൊക്കെ നമ്മൾ കൊടുത്ത്. ആ ഒരു വിഷമം അവനിപ്പോഴും ഉണ്ട്. ഇതുവരെ നടപടി ഒന്നും എടുത്തിട്ടില്ല. ഒരു വീട്ടുവേലയ്ക്ക് പോകുന്ന ഒരു വ്യക്തി വേറെ രീതിയിലാണ് ജീവിക്കുന്നതെന്നാണ് ഈ സമൂഹം പറയുന്നത്. നമുക്കും ജീവിക്കണം മേഡം. നമ്മളെ കുട്ടികളും വളർന്നു വരുന്നു. നമുക്കും ഇവിടെ ജീവിക്കണം. നമുക്കും അവകാശമില്ല. ഈ ഹരിജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പാടില്ലെന്നാണ് അവർ പറയുന്നത്. ഇത്രമേൽ നീചമായിട്ട് ഒരിടവും സംഭവിക്കൂല. എന്ന് വെച്ചാൽ 2 ആൺമക്കൾ കണ്ണു മുമ്പിലാണ് അവർ അടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് പോയത്. ഞാൻ കണ്ട കാര്യമാണ്. എന്നിട്ട് പോലും എതിർക്കാൻ നമ്മളെ കൂടെ ആരുമില്ല. അവരെ ഒന്നും സഹായിക്കാനുമില്ല. ആ ഒരവസ്ഥയിലാണ് വീട്ടുവേല. ഇതാണ് ഞാൻ ഈ 3 മക്കളെയും വളർത്തിയത്. ഒരു സമൂഹത്തിൽ നിന്ന് ഒരു 5 പൈസ എനിക്ക് സഹായമായിട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. ഇത് സ്വന്തമായിട്ട് വെച്ചൊരു വീടാണ്. പഞ്ചായത്തിൽ നിന്ന് ആയിരുന്നാലും പക്ഷെ ആരെയും നമ്മളൊരു ശല്യത്തിന് മുന്നില്ല. പക്ഷെ ഇങ്ങോട്ട് വന്ന് അവരെ ആക്രമിക്കുകയായിരുന്നു. നീചമായിട്ടാണ് അവർ എനിക്കത് താങ്ങാൻ കഴിയില്ല മേഡം. അവ ഒരു ചായ പോലും കുടിച്ചിട്ട് ദിവസങ്ങളായി. അവർ ഒരു ആഹാരം അവന് കഴിക്കാൻ വയ്യ. മേഡത്തിന് ഞാൻ ആ ഫോട്ടോ അയച്ചു തരാം. അത്രമേൽ നീചമായിട്ടാണ്. ഈ വിഷയത്തിൽ ഞങ്ങൾ അഭിജിത്തിനെ ഒന്ന് ബന്ധപ്പെടാൻ, അഭിജിത്തുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴും പോലും അഭിജിത്ത് ഒരിക്കലും ഇനി മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് പോലും വരില്ല എന്ന് പറഞ്ഞു. കാരണം ഇത്രയധികം മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഇതൊരു വലിയ ഒരു വർഗീയ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലായിരുന്നു ഇവരെ ഇത്തരത്തിൽ വലിച്ചഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നിട്ട് പോലും നടപടിയില്ലാത്ത സാഹചര്യത്തിൽ അഭിജിത്തിന് ഒരിക്കലും ഇനി ഒരു മാധ്യമങ്ങളുടെ മുമ്പിലും വരുന്നില്ല, പരാതി പറയുന്നില്ല. കാരണം നാളിതുവരെയായിട്ടും ഈ കേസിൽ അകപ്പെട്ട പ്രതികളെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഇവരെ പിടികൂടാനോ പോലീസ് ശ്രമിക്കുന്നില്ല എന്നാണ് ഇവരും പറയുന്നത്.